തീർച്ചയായും ഞങ്ങൾ 100% പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ഞാൻ ഇന്ന് രാവിലെ മർക്കസ് വൃത്തങ്ങളുമായി സംസാരിച്ചിരുന്നു. അവരിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ചർച്ചകൾ ഇന്നും തുടരും എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും ചർച്ച എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഒന്നല്ല ഒരു ബോധ്യം നമുക്ക് വേണം. അപ്പോൾ കുടുംബത്തെ കൺവിൻസ് ചെയ്യാൻ, പ്രത്യേകിച്ച് ബ്ലഡ് മണി പ്രോസസ്സ്, ദിയാദാനത്തിന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ എല്ലാവരുടെയും ഒരു അംഗീകാരം വേണം. അപ്പോ അതിന് കുറഞ്ഞ സമയത്തിനകം ഇന്നലെ മാത്രമാണ് ഈ കുടുംബത്തെ, അടുത്ത ബന്ധുക്കളെ നമുക്ക് നെഗോസിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. ഇതിൽ ഞങ്ങളിപ്പോ ആദ്യം പ്രാമുഖ്യം കൽപ്പിക്കുന്നത് നാളെ നടക്കാനിരിക്കുന്ന വധശിക്ഷ മാറ്റിവെക്കുക അതിനാണ് ആദ്യം പ്രാധാന്യം നൽകുന്നത്. അത്തരം ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ചർച്ചകൾക്ക് കൂടുതൽ സമയം ലഭിക്കും. അപ്പോൾ ആ ചർച്ചകൾ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ അതിനുവേണ്ടി യമനി അഡ്മിനിസ്ട്രേഷന്റെ മേലെ അതിനാവശ്യമായ സമ്മർദ്ദങ്ങൾ ചെലുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഉച്ചയോടുകൂടി ഇന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഉള്ളത്. അതിനുശേഷം പിന്നീട് ചർച്ചകൾ തുടരുകയും മറ്റ് തരത്തിൽ നിമിഷയുടെ പൂർണ്ണമായ മോചനം സാധ്യമാക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ സാധ്യമാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. തീർച്ചയായിട്ടും ഈ യമൻ പോലൊരു രാജ്യത്തെ ചില നിയമങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. അത് അത്രത്തോളം നിർണായകവും സങ്കീർണവുമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ താങ്കൾ ഈ പറഞ്ഞതുപോലെ നാളത്തെ ദിവസത്തിൽ സംഭവിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ അവർ പറയുന്ന ഈ വധശിക്ഷ മാറ്റിവെക്കുക അല്ലെങ്കിൽ അത് നീട്ടി നൽകുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ആവശ്യപ്പെടുന്നത്, അല്ലേ? അതുകൊണ്ട് എങ്കിൽ മാത്രമാണല്ലോ ബ്ലഡ് മണി അവർ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒരു ചർച്ചയിലേക്ക് പോകാൻ കഴിയും, അല്ലേ? തീർച്ചയായും അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക്, ഈ പറയുന്ന ഗോത്രവർഗ്ഗങ്ങൾക്ക് വലിയ നിർണായകമായ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. ഗോത്രവർഗ നേതാക്കളാണ് പല കാര്യങ്ങൾക്കകത്തും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ഗോത്രത്തിനുണ്ടായിരുന്ന ഒരു വൈര്യനിര്യാതന ബുദ്ധി ഉണ്ടായിരുന്നു. നമ്മുടെ സ്വാഭാവികമായും നിമിഷപ്രിയ ചെയ്ത കുറ്റകൃത്യം, അവരുടെ ഗോത്രത്തിൽപ്പെട്ട ഒരാളെ കൊലപ്പെടുത്തി എന്നുള്ളത് അവർക്ക് വലിയ വൈരാഗ്യം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. അപ്പൊ ഗോത്രത്തെ പിണക്കിക്കൊണ്ട് മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറല്ല എന്നുള്ളൊരു സമീപനമാണ് ഇതുവരെ കുടുംബം സ്വീകരിച്ചിരുന്നത്. പക്ഷെ അതിനു മുകളിലുള്ള അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും അതോടൊപ്പം തന്നെ മത നേതൃത്വവുമായി ഇടപെടാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഗോത്രത്തെ കൂടി കൺവിൻസ് ചെയ്യാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ആദ്യമായാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മർക്കസിന്റെ ശ്രീ ബഹുമാനപ്പെട്ട അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലിന്റെ ഭാഗമായുള്ള ചർച്ചകളിലാണ് ഈ കുടുംബത്തിന്റെ പ്രതിനിധികൾ ആദ്യമായി നേരിട്ടുള്ള ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പോ അത് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. സ്വാഭാവികമായും ഇന്നത്തെ ചർച്ചകളിലൂടെ അല്ലെങ്കിൽ ഇന്നത്തെ ഇടപെടലുകളിലൂടെ നമുക്ക് ഈ പറയുന്ന വധശിക്ഷ എന്ന് പറയുന്ന തീയതി മാറ്റിവെക്കാൻ, നാളത്തെ തീരുമാനിച്ചിരിക്കുന്ന വധശിക്ഷ മാറ്റിവെക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. അതിനുശേഷം മറ്റ് ചർച്ചകൾ തുടരാം എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.